ലോകത്ത് പലയിടത്തുള്ള മലയാളികൾ, സ്ത്രീകൾ, പുരുഷന്മാർ അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാവരും നമ്മൾ ഈ ചാനലിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് നമ്മളോടാണ് ഈ വിളിച്ച് ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെയായി ഈ കേസ്, എന്താണ് അവൾക്ക് ഒരു ടീം ഓഫ് അഡ്വക്കേറ്റിനെ വെക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ, അതിൻ്റെ സാമ്പത്തികമാണോ ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പലരും ചോദിച്ചു. ഞങ്ങൾ വരാം മുൻപോട്ട്, നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കൂ എന്ന് നിരന്തരം ആളുകൾ ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അവളെ അധികം, അല്ലെങ്കിൽ തന്നെ ആ കുട്ടി പോകുന്ന ഒരു ട്രോമ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവൾക്ക് സമാധാനമായിട്ട് അവൾക്ക് ജോലി ചെയ്ത് ജീവിക്കണം. ഏതൊരു പെൺകുട്ടിക്കും ആ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഏതൊരു പെൺകുട്ടിയുടെയും അവസ്ഥ തന്നെയാണ്. ആ കുട്ടി ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നു, ഗ്ലാമർ വേൾഡിലാണ്, അവൾ നല്ല സുന്ദരമായി വസ്ത്രം ധരിച്ച് വിഷ്വലൊക്കെ സന്തോഷമായി നടക്കുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നല്ല വിഷമം ഉണ്ടാകുമല്ലോ. അപ്പം അതിന് നമ്മളെല്ലാവരും കൂടി ഒത്തു നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു തീരുമാനം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇത് അപൂർവം ഒരു ബലാത്സംഗ കൊട്ടേഷൻ കേസാണ്. പക്ഷേ ഇതുപോലെ കേസ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയിക്കാനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഈ കമ്മിറ്റി ഇന്നിവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതൊന്നുമില്ല, പരിധിയൊന്നുമില്ല. അല്ല, ഇന്ത്യയുടെ പരിധി ഉണ്ട്, അതുണ്ട്. പിന്നെ ഇതിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു സന്തോഷം ഞാൻ ഇന്നലെ അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയായിരുന്നു. ഇതിൽ 3 സ്ത്രീകളാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് എന്ന് വളരെ സന്തോഷത്തോട്. കാരണം 3 സ്ത്രീകളാണ് അവൾക്ക് വേണ്ടി ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ പുരുഷന്മാർ സംസാരിക്കില്ല എന്നുള്ളതല്ല, ഈ 3 സ്ത്രീകൾ ഒരേ മനസ്സ്. ഞങ്ങളുണ്ട്. എത്ര അഡ്വക്കേറ്റ്സ് ആണ് കോടതിയിൽ എത്ര അഡ്വക്കേറ്റ്സ് ആണെന്നറിയാമോ? ഞങ്ങളുണ്ട്. അപ്പോഴാണ് അത്ഭുതം തോന്നിപ്പോയത്. ഇത്രയും ഈ വിധി വന്നപ്പോൾ മുതൽ തന്നെ ഒരുപാട് അഡ്വക്കേറ്റ്സ് ഞങ്ങളെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നോക്കൂ ഇത് ഇങ്ങനെ ചെയ്യൂ, ഞങ്ങൾ മുമ്പോട്ട് വരാം എന്ന്. അങ്ങനെ ഫൈനലി എങ്ങനെയോ കോയിൻസിഡന്റലി 3 പേര് ഇതിന്റെ മുഖ്യധാരയിൽ വന്നു കോടതിയിൽ എന്നുള്ളത് ഒരുപാട് സന്തോഷം തോന്നുന്നു.